ഗൈസ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷോമി ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത Mi 11Xന്റെ ഒരു ഫുൾ റിവ്യൂ ആണ്. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇപ്പോൾ കൂടുതലായിട്ട് ലീക്ക് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ Mi 11X എടുക്കാൻ ഇരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ Mi 11Xന്റെ ഒരു ഫുൾ റിവ്യൂയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് വെച്ചിട്ട് തുടങ്ങാം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 196 ഗ്രാം വെയിറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക Mi 11 Ultra ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ Mi 11 Ultrയിലൊക്കെ ഉള്ള അതേ വെയിറ്റ് തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് തന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കുറച്ച് വെയിറ്റ് Mi 11 Ultrയെക്കാളും കുറവാണ്. അപ്പോൾ കുറച്ച് വെയിറ്റ് കുറഞ്ഞൊരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ Mi 11X. അതോടൊപ്പം ഈ ഒരു Mi 11X ഏപ്രിൽ 27-ാം തീയതിയാണ് നമുക്ക് ഇന്ത്യയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ആവുന്നത്. അപ്പം അൻറ്റു ബെഞ്ച് മാർക്സ് ഒക്കെ ഞാൻ നോക്കിയപ്പോൾ നല്ല ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പം ഇത് കൂടുതലായിട്ടും ഗെയിമേഴ്സിന് വേണ്ടി PUBG, ഫ്രീ ഫയർ, കാൾ ഓഫ് ഡ്യൂട്ടി കളിക്കുന്ന ഗെയിമേഴ്സിന് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് ഷോമി പുറത്തിറക്കുന്ന സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഷോമിയുടെ Mi 11X. അപ്പം ഇതിൻ്റെ രണ്ട് വേരിയൻറ്റ് വേറെയുണ്ട്, Mi 11X അതോടൊപ്പം Mi 11X Pro, Mi 11 Ultra. അപ്പോൾ Mi 11 Ultrയുടെ അൺബോക്സിങ്ങും റിവ്യൂ എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ വീഡിയോ പോയി ഒന്ന് കാണാം. 6.67 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറങ്ങുന്നത്. അതോടൊപ്പം സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. ഇത് നമുക്ക് 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. 1300 നിറ്റ് പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തിൽ ഇതിനകത്ത് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നത് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അതോടൊപ്പം ഇതിനകത്ത് വരുന്ന പ്ലാറ്റ്ഫോം, അതായത് OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് Android 11 ആണ്. അത് MIUI 12-ലാണ് റൺ ആവുന്നത്. ഇതിനകത്ത് Qualcomm Snapdragon 870 ഒരു 5G ചിപ്സെറ്റാണ് നമ്മുടെ ഷോമി Mi 11Xൻ്റെ അകത്ത് കമ്പനി നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ GPU വരുന്നത് Adreno 650യുടെ GPU ആണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് രണ്ട് വേരിയൻറ്റിൽ ഇന്ത്യയിൽ ബൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതായത് 29,999 രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റിയ വേരിയൻറ്റ് വരുന്നത് 128 GB സ്റ്റോറേജും 6 GB റാം വേരിയൻ്റ് ആണ് നമുക്ക് 29,999 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം നമുക്ക് 128 GB സ്റ്റോറേജും 8 GB റാം വേരിയൻറ്റും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് കുറച്ചുകൂടെ പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ UFS 3.1 സ്റ്റോറേജ് ഉള്ള സ്മാർട്ട് ഫോൺ നമുക്ക് മേടിക്കാൻ സാധിക്കും. സിം കാർഡ്, അപ്പോൾ ആ ഒരു സ്ലോട്ടാണ് ഇപ്പോൾ മിക്ക ആൾക്കാർ നോക്കുന്നത്. നമുക്കിതിൻ്റെ അകത്ത് SD കാർഡ് സപ്പോർട്ടബിൾ അല്ല. അത് ആദ്യം തന്നെ ഞാൻ പറയുന്നുണ്ട്. കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഈ ഒരു ഫോണിൻ്റെ അകത്ത് ലഭിക്കുന്നില്ല. അപ്പോൾ മിക്ക ഫോണുകളിൽ ഇപ്പോൾ ലഭിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ഷോമിയുടെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് നമുക്ക് ലഭിക്കുന്നില്ല. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ ക്യാമറ വരുന്നത് 48 മെഗാ പിക്സൽ പ്ലസ് 8+5 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. 48 മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറ കിട്ടുന്നുണ്ട്, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ കിട്ടുന്നുണ്ട്, 5 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറയും കൂടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് വരുന്നത് 4K at 30 FPS, അതായത് 4K at 30 FPS നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 1080p at 30, 60 FPS അതോടൊപ്പം 240 FPS വരെ നമുക്ക് വീഡിയോസ് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ സെൽഫി ക്യാമറ വരുന്നത് 20 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിൻ്റെ തന്നിരിക്കുന്നത്. നമുക്ക് 1080p 30 FPS ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് ക്യാമറ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബാക്ക് ക്യാമറ 48 മെഗാ പിക്സലിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയൊക്കെ കിട്ടും. അപ്പം നമ്മുടെ OnePlus നോഡ് ഇറക്കിയ അതേ പ്രൈസിൽ തന്നെയാണ് ഇവർ ഈ സ്മാർട്ട് ഫോൺ ഇറക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്ത് നമ്മുടെ ഷോമി Mi 11X തന്നെയാണ്. സോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് Redmi K40 എന്ന് പറഞ്ഞു പോകുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത് ചൈനയിൽ ലോഞ്ച് ചെയ്ത Redmi K40 ഒരു റീബ്രാൻഡഡ് വെർഷനാണ് നമ്മുടെ Mi 11X. അപ്പോൾ ഞാൻ Redmi K40 എന്ന് പറഞ്ഞായിപ്പോയി. അപ്പോൾ എനിക്കിരിക്കുന്ന ഈ ഒരു ഡിവൈസ് ഇപ്പോൾ കയ്യിരിക്കുന്നത് Redmi K40 ആണ്. അപ്പം ഇത് റീബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നതായതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിരിക്കുന്ന Redmi K40 വെച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നമ്മുടെ ചാർജർ, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് വരുന്ന ചാർജർ 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ്. അതോടൊപ്പം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് മുകളിലായിട്ട് IR ബ്ലാസ്റ്റർ പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. കുറേ പേര് IR ബ്ലാസ്റ്റർ എന്ന് പറയുന്നുണ്ട്. അത് IR ബ്ലാസ്റ്റർ അല്ല, അതിൻ്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. താഴ്ഭാഗത്തായിട്ട് സിമ്മിടാനുള്ള ട്രേ, മൈക്ക്, അതോടൊപ്പം ടൈപ്പ് സി കൊടുക്കാനുള്ള പോർട്ട്, സ്പീക്കർ ഗ്രില്ലും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മുകളിലായിട്ട് നമുക്ക് 2 എക്സ്ട്രാ സ്പീക്കേഴ്സ്, അതായത് സ്റ്റീരിയോ സ്പീക്കേഴ്സും കൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോണിൻ്റെ അകത്ത് നമുക്ക് IR ബ്ലാസ്റ്റർ ലഭിക്കുന്നില്ല. അപ്പോൾ ചാർജിങ് ടെസ്റ്റ് പോലത്തെ ടെസ്റ്റുകളൊക്കെ ഞാൻ കുറേ നടത്തി നോക്കി. അപ്പോൾ നല്ല ഫാസ്റ്റ് ചാർജിങ് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്തതിൽ ഞാനൊരു 55% അതായത് 0 to 100% വരെ ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ച സമയം എനിക്ക് ഏകദേശം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കുന്നത് 55 മിനിറ്റാണ്. പക്ഷേ ഇവർ സ്മാർട്ട് ഫോൺ കമ്പനി പറയുന്നത് 52 മിനിറ്റ് എന്നാണ്. അപ്പോൾ എനിക്ക് എക്സ്ട്രാ 3 മിനിറ്റ് എടുത്തു. അതെന്താണെന്ന് അറിയില്ല.
അപ്പോൾ നല്ല ചാർജിങ് ക്യാപ്പബിലിറ്റി ഉള്ള സ്മാർട്ട് ഫോണാണ്. 4520 mAh ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വൈറ്റ് കളർ ഉണ്ട്, ബ്ലാക്ക് കളർ ഉണ്ട്. അപ്പം പല കളർ വേരിയൻസിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഔറോറ കളറാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ഔറോറയാണ് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ ഔറോറ തന്നെ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അപ്പോൾ ഈ റെഡ്മി K40 കുറിച്ച് ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിൻ്റെ കുറച്ചുകൂടെ ലീക്സുകൾ വരാനുണ്ട്. അപ്പം 27-ാം തീയതിയല്ലേ ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ. അപ്പം ആ ഒരു ടൈം എടുക്കും നമുക്ക് ഇത് സെയിലിൽ വരാനുണ്ട്. അപ്പം നിങ്ങൾ കൂടുതൽ കൂട്ടുകാർ ഇപ്പോഴേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രീ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ഇതിൻ്റെ 3 കളർ വേരിയൻറ്റ് അവൈലബിൾ ആണ്. ഒന്നാമത്തെ കളർ വേരിയൻറ്റ് ലൂണർ വൈറ്റും കോസ്മിക് ബ്ലാക്കും സെലിഷ്യൽ സിൽവർ എന്ന് പറയുന്ന ഒരു കളർ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഔറോറ എന്നൊക്കെ ഞാൻ പറയുന്ന കളറാണ് സെലിഷ്യൽ സിൽവർ. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഔറോറ എടുക്കാനായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നല്ല മഴവില്ല് പോലെ തിളങ്ങുന്ന ഒരു ഫോൺ തന്നെയാണ് ഔറോറ, ആ ഒരു കളറിലുള്ള സ്മാർട്ട് ഫോൺ. അപ്പോൾ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും നിങ്ങളിപ്പോൾ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ. അതോടൊപ്പം ഇതിൻ്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ നമുക്ക് പഞ്ച് ഹോളായിട്ടാണ് ഫ്രണ്ടിലെ ക്യാമറ വരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലഭിക്കുന്നില്ല. സോ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ആ ഒരു ജാക്ക് കിട്ടുന്നില്ല. ഇതിൻ്റെ GPU ഞാൻ പറഞ്ഞതുപോലെ അഡ്രീനോ 650 GPU ആണ്, സ്നാപ്ഡ്രാഗൺ 870 ആയതുകൊണ്ടാണ്. സോ 5G സ്മാർട്ട് ഫോൺ ആണ്. 7 nm ഇതിൻ്റെ CPU പ്രോസസ്സ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇതാണ് നമ്മുടെ Mi 11X Pro. Mi 11X Proയെ പറ്റിയുള്ള റിവ്യൂ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ കുറേ ഹാർഡ് വർക്ക് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ അവർ മിക്ക ആൾക്കാരും എൻ്റെ ചൈനയിലൊക്കെയുള്ള കൂടുതൽ സുഹൃത്തുക്കളും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും കോൺടാക്റ്റ് ഉണ്ട് കേട്ടോ. അവരൊക്കെ യൂസ് ചെയ്യുന്ന ഫോണുകൾ വെച്ച് അവരുടെ റിവ്യൂ എല്ലാം വാങ്ങിച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. എൻ്റെ റിവ്യൂവും കൂടി ഇതിൻ്റെ അത് ഞാൻ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആൾക്കാരും കണ്ടിട്ട് പോവുകയാണ്. കണ്ടിട്ട് പോകുന്നത് നല്ലതാണ്, കാരണം എന്ന് വെച്ചാൽ വാച്ച് ടൈമും കിട്ടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളും കണ്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തി വെച്ചിരിക്കുക. അണ്ടിൽ ദെൻ ദിസ് ഈസ് ആത്യൻ സൈനിങ് ഓഫ്. ബൈ.